ഇന്ന് ഒപ്റ്റിമ സെക്യൂറിലുള്ള ഡിഡക്റ്റബിൾ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. സാധാരണ ഈ ഓപ്ഷൻ വരുന്നത് ടോപ്പ് അപ്പ് പ്ലാനുകളിലാണ്. പക്ഷേ നമ്മുടെ ഒപ്റ്റിമ സെക്യൂറിൽ നമ്മൾ ഈ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് കസ്റ്റമർ റിസ്ക് കുറച്ച് ഷെയർ ചെയ്യുക, കൂടുതൽ റിസ്ക് കമ്പനി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 100 പേര് പോളിസി എടുക്കുന്നതിൽ 5-6 പേർക്ക് ക്ലെയിം വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം 95-94 പേർക്ക് ക്ലെയിം വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാരണം, ഒരാൾക്ക് ക്ലെയിം വന്നാൽ തന്നെ 5-6 കൊല്ലം കൂടുമ്പോഴാണ് ഒരു ക്ലെയിം വരുന്നത്. ഇതൊരു ജനറൽ ഡാറ്റയാണ്. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ക്ലെയിം വരുന്നില്ല. അപ്പോൾ ക്ലെയിം വരാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് പ്രീമിയം അടയ്ക്കുന്നതിൽ കുറവ് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളുടെ പ്രീമിയം 40,000 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 40,000 രൂപ പ്രീമിയം ഉള്ള ആൾ ഒപ്റ്റിമ സെക്യൂർ എടുക്കുന്നു. അയാൾ 25,000 രൂപ ഡിഡക്റ്റബിൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ ഈ 25,000 രൂപ എന്നുള്ളത് അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ എന്ന ഓപ്ഷനിലാണ് വരുന്നത്. അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ആകെ അദ്ദേഹം അടയ്ക്കേണ്ടുന്ന തുക 25,000 രൂപയായിരിക്കും ക്ലെയിം വന്നാൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു. അങ്ങനെ ക്ലെയിം വരുന്ന സാഹചര്യത്തിൽ എന്ത് പറ്റും? 25,000 രൂപ ഡിഡക്റ്റബിൾ ഓപ്റ്റ് ചെയ്തുകൊണ്ട് കമ്പനി സെറ്റിൽ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാഷ്ലെസ് എമൗണ്ട് ആയിരിക്കും. 1.25 ലക്ഷം രൂപയായിരിക്കും. 25,000 രൂപ ഇദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ടി വരും. ഇവിടെ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ 25% പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. അതായത് 40,000 രൂപയാണ് അതിൻ്റെ പ്രീമിയം എന്നെങ്കിൽ 10,000 രൂപ നമ്മൾ അതിനകത്ത് കിഴിവ് കൊടുക്കുകയാണ്. അപ്പോൾ 5 കൊല്ലം കൊണ്ട് ഇദ്ദേഹം പ്രീമിയത്തിൽ ലാഭിച്ച തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ 5ാമത്തെ കൊല്ലം ക്ലെയിം വരുമ്പോൾ 50,000 രൂപ സേവ് ചെയ്തതിൽ നിന്നും 25,000 രൂപ മാത്രമേ അദ്ദേഹം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ചിലപ്പോൾ വീണ്ടും 4-5 കൊല്ലം കഴിഞ്ഞായിരിക്കും ക്ലെയിം വരുന്നത്. അങ്ങനെ ക്ലെയിം വരാത്ത വർഷങ്ങളിലെല്ലാം പ്രീമിയം നമുക്ക് കുറഞ്ഞു കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഡിഡക്റ്റബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് ഈ പറയുന്ന അടയ്ക്കേണ്ടുന്ന തുക, അതായത് ക്ലെയിം വന്നാൽ മാത്രം നമ്മൾ കയ്യിൽ നിന്നും അടയ്ക്കേണ്ടുന്ന തുക എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അത് കൂടുന്നില്ല. അത് ഇപ്പോൾ 2 ക്ലെയിമായിട്ട് വരുന്നത് ഉദ്ദേശിക്കുക. അതായത് ആദ്യത്തെ ക്ലെയിമിൽ 1 ലക്ഷം രൂപ വന്നു. അപ്പോൾ നമ്മൾ 25,000 രൂപ കസ്റ്റമർ അടച്ചു, ബാക്കി 75,000 രൂപ കമ്പനി സെറ്റിൽ ചെയ്തു, ആ ക്ലെയിം കഴിഞ്ഞു. പിന്നീട് വരുന്ന ഒരു ക്ലെയിമിലും അദ്ദേഹം ഈ തുക അടയ്ക്കേണ്ട ആവശ്യമില്ല. കാര്യം 25,000 രൂപയാണ് ഒരു വർഷത്തിൽ ആകെയുള്ള കമ്മിറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു സിനാരിയോ എന്ന് പറയുന്നത്, ആദ്യത്തെ ക്ലെയിം 15,000 രൂപ വന്നു. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ 15,000 രൂപ ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ഡിഡക്റ്റബിൾ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തുകൊണ്ട് 15,000 രൂപ നിങ്ങൾക്ക് ക്ലെയിം പാസ്സായെങ്കിലും ഡിഡക്റ്റബിൾ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവിടെ ബാക്കി 10,000 രൂപ ഉണ്ട്. അത് കഴിഞ്ഞ് ആ വർഷം വീണ്ടും ഒരു ക്ലെയിം വരുന്നു. അത് 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 90,000 രൂപ നമ്മൾ സെറ്റിൽ ചെയ്യുന്നു. 10,000 രൂപ അദ്ദേഹം കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കസ്റ്റമർക്ക് ഇത് ലാഭകരമാകുന്നത് എന്ന് വെച്ചാൽ, ഇത് എല്ലാ വർഷവും ക്ലെയിം വരുന്നില്ല. അതേപോലെ തന്നെ ക്ലെയിം വരാത്ത വർഷങ്ങൾ, ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് നമ്മുടെ, എനിക്ക് 10 കൊല്ലം പോളിസി എടുത്ത് ഇതുവരെ ക്ലെയിം വന്നില്ല എന്നുള്ളത്. ഭാഗ്യവാനാണ്. അപ്പോൾ 10 കൊല്ലം ക്ലെയിം വന്നില്ല എന്നുണ്ടെങ്കിൽ 10 കൊല്ലവും ഇദ്ദേഹത്തിന് ഇതുപോലെ തന്നെ പ്രീമിയത്തിൻ്റെ 4-1 വെച്ച് കുറച്ചടയ്ക്കുന്നതുകൊണ്ട് എത്രയോ വർഷത്തെ പ്രീമിയം ലാഭകരമായിരിക്കും. ഇത് 25,000 രൂപ മുതൽ 25,000 രൂപ എടുക്കുമ്പോൾ 25% ഡിസ്കൗണ്ട്, 50,000 രൂപ ഡിഡക്റ്റബിൾ ഓപ്റ്റ് ചെയ്താൽ 40% ഡിസ്കൗണ്ട്, 1 ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ഓപ്റ്റ് ചെയ്താൽ 50% ഡിസ്കൗണ്ട്, അങ്ങനെ 65% വരെ ഡിസ്കൗണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ 25,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം വരെ ഡിഡക്റ്റബിൾ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, 5 ലക്ഷം വരെ ഡിഡക്റ്റബിൾ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഹയർ സം അഷ്യൂർഡിലാണെങ്കിൽ. ബേസിക്കലി കസ്റ്റമറെ സംബന്ധിച്ചിട്ട് ഒരു 25,000, 50,000 റുപ്പീസിൻ്റെ ഡിഡക്റ്റബിൾ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കുമോ? അത് ഞാൻ ഇന്ന് ഡിഡക്റ്റബിൾ ഓപ്ഷൻ എടുത്തു. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ വേറൊരു എൻ്റെ കമ്പനി എനിക്ക് ഇൻഷുറൻസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെഡിസിപ്പ് പദ്ധതി ഉണ്ട്, അപ്പോൾ എനിക്ക് അതിനകത്ത് ക്ലെയിം കിട്ടും, അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പുറത്തു വരാൻ സാധിക്കും. 1-2 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് കുറഞ്ഞത് 5 കൊല്ലമെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ ഈ പ്ലാനിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 50 വയസ്സിന് മുമ്പ് എടുത്തിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 60 വയസ്സിന് മുമ്പ് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യണം. 3 കണ്ടീഷൻസാണ് ഉള്ളത്. അതായത് ഞാൻ പോളിസി എടുക്കുമ്പോൾ എനിക്ക് 50 വയസ്സ് താഴെയാണെന്നുണ്ടെങ്കിൽ ഡിഡക്റ്റബിൾ ഓപ്ഷൻ ചൂസ് ചെയ്തത് എനിക്ക് പിന്നീട് മാറ്റാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് എടുത്താൽ 5 കൊല്ലമെങ്കിലും ഞാൻ ഡിഡക്റ്റബിൾ ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്യണം. 6ാമത്തെ കൊല്ലം എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഓപ്ഷൻ ഞാൻ എൻ്റെ 60 വയസ്സിന് മുമ്പായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ നമ്മൾ പറയുന്ന പോലെ മെഡിസിപ്പ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻഷുറൻസ് സ്കീമും മറ്റ് പദ്ധതികളുള്ള ആളുകൾക്കെല്ലാം തന്നെ അവരിപ്പോൾ 40 വയസ്സോ 45 വയസ്സോ ഉള്ളപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഡിഡക്റ്റബിൾ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ
അവർ എത്രയാണോ ഡിഡക്റ്റബിൾ ഓപ്ഷൻ എടുക്കുന്നത് ആ ക്ലെയിം മറ്റ് ഇൻഷുറൻസ് ഇതിന് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ അവർക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് 58 56 ആകുമ്പോഴേക്കും അവർക്ക് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇത് എന്ത് ചെയ്യാം, അവരുടെ മറ്റേ സ്കീം നിന്ന് പോകും. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ഈ സ്കീം ഇതിലേക്ക് മുഴുവനായിട്ടും ഇത് ഡിഡക്റ്റബിൾ ഓപ്ഷനിൽ നിന്ന് പിന്മാറാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ആലോചിച്ച് കസ്റ്റമർ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇത് നിലവിൽ ഒരു ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്, അതായത് കമ്പനിയുടെ നിന്നോ അല്ലെങ്കിൽ മെഡിസിപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കീം ഉണ്ടെന്നുള്ളവർക്ക് വളരെ നല്ല ഓപ്ഷനാണ് എടുക്കുന്നത്. കാര്യം അത്രയും പ്രീമിയം അവർക്ക് കുറച്ചടച്ചാൽ മതിയാകും. ഇനി അല്ലാത്തവർ തന്നെ ഇത് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാര്യം വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർക്ക് എല്ലാ വർഷവും ക്ലെയിം വരാത്തതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അവർക്ക് ഒരു പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതും ഈ ക്ലെയിം വന്നാൽ അടയ്ക്കേണ്ട തുകയും തമ്മിൽ ചിലപ്പോൾ മാച്ച് ആയിപ്പോൾ ചിലപ്പോൾ നമുക്കായിരിക്കും ലാഭം ആ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിഡക്റ്റബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണ്.